നാനോ എക്സൽ തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന പ്രതികൾ പിടിയിൽ. ചെന്നൈയിൽ വെച്ചാണ് 4 പ്രതികളെയും തൃശൂർ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. 600-ലധികം തട്ടിപ്പ് കേസുകളാണ് ഇവർക്കെതിരെ ഉള്ളത്. അഞ്ജു ജയപ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി. അഞ്ജു, ഈ കേസിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഒരുപക്ഷെ പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെയും ഏറെ വട്ടം ചുറ്റിച്ചൊരു കേസാണ്. 2010 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച ശേഷം ഒരു സംഘം 300 കോടിയുമായിട്ട് കേരളത്തിൽ നിന്ന് കടന്നു കളയുകയാണ് ചെയ്തത്. ഈ കേസിൽ ഓരോ ജില്ലകളിലും, എല്ലാ ജില്ലകളിലും കൂടി 600-ലധികം കേസുകളുണ്ട്. 80 കേസുകളിൽ കോടതി ജാമ്യമില്ലാ വാറന്റ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചതാണ്. ഈ കേസിൽ ഒന്നാം പ്രതി അറസ്റ്റ് ചെയ്യുന്നത് 10 വർഷത്തിന് ശേഷമാണ്. അതായത് 2020 ഒന്നാം പ്രതിയായിട്ടുള്ള ചിന്നറാബുവിനെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് പിടികൂടാനാവുന്നത്. അതിനുശേഷം പലയിടങ്ങളിലായിട്ട് കൂട്ടുപ്രതികൾക്കായിട്ട് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിയില്ല. ഇപ്പോൾ ഇത് 5 വർഷത്തിന് വീണ്ടും 15 വർഷത്തിന് ശേഷമാണ് മറ്റ് പ്രതികളായുള്ള പ്രശാന്ത് സുന്ദറിനെയും രാധാ സുന്ദറിനും ഉൾപ്പെടെയുള്ള 5 പേരെയും പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. ഇവരെ ചെന്നൈയിൽ വെച്ചാണ് തൃശൂരിലെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് പിടികൂടാൻ സാധിച്ചത്. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.